ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മി മയക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയാൽ ആ വീഡിയോ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചമല്ലി ആദ്യം ഇച്ചിരി മഞ്ഞൾ വെച്ച് നല്ലപോലെ കല്ലരച്ച് വൃത്തിയാക്കി, അത് കഴിഞ്ഞതിന് ശേഷം നല്ല മുഴുവൻ മല്ലിയില്ലേ പച്ചമല്ലി അരച്ച് കല്ല് വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ അരച്ച് വൃത്തിയാക്കിയതിന് ശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഉണക്കമീൻ കറി വെക്കാനായിട്ട് കല്ലേൽ അരച്ച് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ്ട് ആദ്യം ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയത് കല്ലിൽ വെച്ച് കൊടുത്ത് അത് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് അരച്ചു. അതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.25 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരിയും നാടൻ മുളകും കൂടെ ചേർത്ത് പൊടിച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് അരച്ച് കൊടുക്കാം. അപ്പോൾ ഈ കല്ല് അരയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു സുഖമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ അതൊന്ന് വേറെ തന്നെയാണ്. ഇതുപോലെ ഒരു സന്തോഷം നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തേ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഇച്ചിരി മതി കേട്ടോ. ഞാൻ തക്കാളിപ്പഴം ഇടുന്നുണ്ട്, അതുകൊണ്ട് പുളി കുറച്ച് മതി. അപ്പോൾ അത് നല്ല പുളിയാണെന്ന് വെച്ചാൽ അറിയാവുന്ന ഒരാൾ പുളി കുത്തി തന്നെ ഇങ്ങനെ വിൽക്കത്തില്ല, അവരേന്ന് എൻ്റെ സഹോദരി എനിക്ക് മേടിച്ചുകൊണ്ട് തന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി പുളിയായതുകൊണ്ട് ഞാനത് വെള്ളത്തിയിട്ടില്ല, അത് വെച്ച് അരയ്ക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ ഇനി ഒരു 5 ചുമന്നുള്ളിയും കൂടെ വെച്ച് ഒന്ന് അരച്ചൊതുക്കി എടുക്കണം നമുക്ക്. അപ്പോൾ കണ്ടല്ലോ എന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മൾ മിക്സിയിലിട്ട് ക്രാൻ അടിക്കുന്നേക്കാളും ഒക്കെ അത് കാണാനും കേൾക്കാനും ഒക്കെ ഒരു വലിയ എന്താ പറയുക, മനസ്സിന് തന്നെ ഒരു തൃപ്തിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് അരച്ചൊതുക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം, അതും കൂടെ ഒന്ന് അരച്ച് മാറ്റാം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ പറയാം. പഴയ ഒരു ആ ഓർമ്മയൊക്കെ എനിക്ക് വരുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലും കല്യാണം കഴിഞ്ഞതിന് ശേഷവും. ഇപ്പോൾ 10-12 വർഷം കൊണ്ടല്ലോ ഉള്ളൂ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ആ പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ പറ്റി. ഇപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കല്ലുരുട്ടി അരച്ചെടുക്കാം. അരപ്പെല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലപോലെ ഇപ്പോൾ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ല് കണ്ടോ ഇങ്ങനെയൊക്കെ എടുത്ത് ഇത് കണ്ടോ, ഈ കല്ലിൻ്റെ ഇടയിലിരിക്കുന്ന അരപ്പൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഉരുള വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അതെല്ലാം ഈ ഉരുളയിലാവും കണ്ടോ. അപ്പോൾ ഇനി അരകല്ലും കൂടെ നമുക്ക് കഴുകി മാറ്റാം. അപ്പോൾ നമുക്കിവിടെ അരകല്ലിടാൻ പ്രത്യേക സൗകര്യമില്ല. അപ്പോൾ ഞാനിവിടെ വെളിയിലൊരു സ്റ്റാൻഡ് ഇങ്ങനെ പാത്രമൊക്കെ മൺചട്ടിയും അങ്ങനെ ഉള്ളതൊക്കെ വെക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ മണ്ടയ്ക്കായിപ്പോൾ ഇത് ഇട്ടേക്കുന്നത് തൽക്കാലത്തെ. നമ്മുടെ ഇത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ ഇവിടെ. അപ്പോൾ കല്ല് കണ്ടോ കഴുകി ഇങ്ങനെ നമുക്ക് എടുക്കാം. ആ കല്ല് കഴുകിയ വെള്ളമൊക്കെ പഴയ ഓർമ്മകളാട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് ഒരു 3 തക്കാളി, ഒരു പച്ചത്തക്കാളി, 2-3 പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു മുരിങ്ങയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളകെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന ആ ഉണ്ടമുളകാണ്. അതിന് എരിയൊന്നുമില്ല, പക്ഷെ അതിനൊരു ചെറിയൊരു മണമാണ്. അത് ഏതൊരു കറിക്കിട്ടാലും ഒരു പ്രത്യേക, അത് മീൻ കറിക്കൊക്കെ ഇടുവാണെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ആ മുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ ഒരു കായും കൂടെ ഇതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വെക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം. ഈ ഉണക്കമീൻ കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ അത് പറഞ്ഞറിയിക്കാനൊന്നും ഒക്കത്തില്ല. ഇത് അരപ്പ് തിളച്ച് നമ്മൾ ഉണക്കമീൻ അങ്ങ് തിളച്ചതിന് ശേഷം ഇടത്തില്ലയോ, ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മണം അങ്ങോട്ട് വരും. എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ എന്താ പറയുക അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഉണക്കമീനിൽ ഉപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ കരിഞ്ചാള ചാള എന്നൊക്കെ പറയത്തില്ല, അതാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമീനിൽ ഉപ്പുള്ളതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഉപ്പിടുക. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. ഇത് അടുപ്പിലാണ് വെച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അടുപ്പൊന്നും കത്തിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസ് കൊണ്ട് തൃപ്തിപ്പെടാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച്
ഇനി ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ കറി നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമുക്കിതിൽ ഒഴിച്ച് കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി നല്ലതുപോലെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ രുചി ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബായ്.